എൻ്റെ അതേ ഹൈറ്റിലുള്ള ഒരു വാട്ടർ ഹീറ്റർ ആണ് ചേട്ടാ. ഞാൻ ആറടിയാണ്, അതേ ഹൈറ്റിലുള്ള വാട്ടർ ഹീറ്റർ. ഇത് 200 ലിറ്റർ ഹീറ്റ് പമ്പാണ്, വാട്ടർ ഹീറ്റർ അല്ല, ഹീറ്റ് പമ്പാണ്. അതായത് വെള്ളം ചൂടാക്കുന്ന തന്നെയാണ് പർപ്പസ്. നമ്മുടെ വീടുകളിൽ സെൻട്രലൈസ്ഡ് പ്ലംബിംഗ് സിസ്റ്റത്തിൽ സോളാർ വാട്ടർ ഹീറ്റർ ആണ് നമ്മുടെ വീടിൻ്റെ ടെറസിന് മുകളിൽ വെച്ചിട്ട് എൻ്റെ വീട്ടിലേക്ക് സോളാർ വാട്ടർ ഹീറ്റർ ആണ് ഇപ്പോൾ നിലവിൽ മിക്ക വീടുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് മഴക്കാലങ്ങളിൽ അതിന് ചൂടുവെള്ളം കിട്ടില്ല. മഴക്കാലത്താണ് നമുക്ക് ചൂടുവെള്ളം വേണ്ടുന്നത്. പക്ഷെ ആ സമയത്ത് നമ്മൾ അതിനകത്തൊരു കോയിൽ വെച്ചിട്ട് ഒരു ബാക്കപ്പ് ഹീറ്റർ വെച്ചിട്ടാണ് ചൂടാക്കേണ്ടത്. പക്ഷെ അത് 3 കിലോവാട്ട് കോയിൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചൂടാവും. അതായത് ഭയങ്കരമായിട്ട് വരും, കറണ്ട് കൺസംഷൻ കൂടുതലാണ്. പക്ഷേ ഹീറ്റ് പമ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ സാധാരണ സ്റ്റോറേജ് വാട്ടർ ഹീറ്റർ, ഈ കാണുന്ന പോലുള്ള സ്റ്റോറേജ് വാട്ടർ ഹീറ്റർ, ഇൻഡിവിജ്വൽ ബാത്റൂമിലേക്ക് വെക്കുന്ന സ്റ്റോറേജ് വാട്ടർ ഹീറ്ററിനേക്കാളും ഏകദേശം 3-1 പവർ കൺസംഷന് വരുന്നുള്ളൂ. ഇത് 0.8 കിലോവാട്ടാണ് ഇതിൻ്റെ പവർ കൺസംഷൻ. അതുകൊണ്ട് തന്നെ ഇതിന് പവർ കൺസംഷൻ കുറവാണ്. പിന്നെ നമുക്ക് ഇതിനെ വെള്ളത്തെ ചൂടാക്കുക മാത്രമല്ല ഇത് ചെയ്യുന്നത്, വെള്ളത്തെ തണുപ്പിക്കുന്നതുകൊണ്ട്. അതായത് നമുക്കൊരു 7 ഡിഗ്രി വരെ നമുക്കിതിനെ വെള്ളത്തെ തണുപ്പിക്കാം. നമ്മുടെ ചൂട് കാലാവസ്ഥയ്ക്ക് കുറച്ച് തണുത്ത വെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 7 ഡിഗ്രി വരെ ഇത് തണുപ്പിക്കാം. 55-60 ഡിഗ്രി വരെ നമുക്കിതിനെ ചൂടാക്കുകയും ചെയ്യാം. അപ്പം ഹീറ്റ് പമ്പിന് ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 1.5 ലക്ഷം രൂപയ്ക്കാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. സോളാർ വാട്ടറിന് ഒരു 25,000 രൂപയ്ക്കേ ഉള്ളൂ ആ ഒരു പ്രൈസ് റേഞ്ച് വരുന്നുണ്ട്. പക്ഷേ കറണ്ട് കൺസംഷൻ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് കറണ്ട് ബില്ല് ഒരുപാട് കുറവായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള പ്രൊഡക്റ്റ് ഇൻഫർമേഷൻസിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് ഫോളോ ചെയ്തോളൂ. നിങ്ങൾ വീഡിയോ പണിയുന്ന സുഹൃത്തുക്കൾക്ക് ഇതൊന്ന് അയച്ചു കൊടുത്തോളൂ. അവരുടെ വീടുകളും ഭംഗിയാവട്ടെ.